എനിക്ക് ഗിഫ്റ്റ് തരുവാണ്. ചിറമേലച്ചിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. സ്രാവ്സ് കിച്ചൺ, സ്പൈസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് പേരെന്താണ് ടീന? സ്രാവ്സ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ആരൊക്കെ എന്തിനാ വന്നിട്ടില്ല പറഞ്ഞേ? അതെ, അത് നമ്മൾ പറയുന്നത് ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. കൊടി ഇറങ്ങാണെന്ന്. ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ടീന, റൈനോൾഡ്, ജോമി, ഞാൻ. അപ്പം ഞങ്ങൾ 4 പേര് കൂടി നമുക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓരോ ഫുഡും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ട്രൈ ചെയ്ത് കഴിഞ്ഞു. അത് വട, സാമ്പാറിനകത്ത് ഇട്ട വടയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് പ്രോൺസ് റോസ്റ്റ് അല്ലേ, പ്രോൺസ് ഫ്രൈ നല്ല ടേസ്റ്റി ആയിരുന്നു. മലയാളം പാട്ടൊന്നും. അതെ, ഇത് ചിക്കൻ 65. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഒന്നൊരു സറൗണ്ടിങ് ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ടൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ്. ഇവിടുത്തെ ഡെക്കറേഷനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ തെങ്ങും തോപ്പും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല പടങ്ങൾ. നമ്മുടെ ആനക്കുട്ടിയൊക്കെ ഉണ്ട്. ആനക്കുട്ടിയുടെ മുകളിൽ ആരൊക്കെ ഇരിക്കുന്നു. നല്ല ചെടികളും പൂക്കളും കായകളും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതൊന്ന് റെസ്റ്റോറൻറ്റ് 2 years ആയെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. കയറി വരുന്നൊന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, സ്രാവ്സ് കിച്ചൺ, സ്പൈസ് ഓഫ് ഇന്ത്യ. എൻ്റെ ഒരു സറൗണ്ടിങ് കാണിക്കാം കേട്ടോ. നൈറ്റാണ്. ലൈറ്റ് ഡെക്കറേഷനൊന്നും തീർന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ സറൗണ്ടിങ്. ചേച്ചി ട്രൈ ചെയ്യാണ്. അതെ, തീർന്നു പോയി ചിക്കൻ. ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല കരി വരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വാർഡിലെ സ്റ്റാഫൊക്കെ കൂടി അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യുവാണ്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സ്പെഷ്യലായിരുന്നു. എങ്ങനെയൊക്കെ ഉണ്ടായി ബർത്ത്ഡേ? ബർത്ത്ഡേ തുടങ്ങിയത് നിരവധി പേരുടെ മെസ്സേജസ്, വീഡിയോസ്, ഫോട്ടോസ്. പിന്നെ ടീനയുടെ ക്രിയേഷനിൽ എൻ്റെ AI കുറേ ഫോട്ടോസ് ടീന ഇട്ട് വന്നത് സുനിത അതൊരു വീഡിയോ ആക്കി. എല്ലാവരും വിചാരിച്ചത് എൻ്റെ ഫോട്ടോ ആണ്. അത് ഞാനൊന്നും അല്ലാട്ടത്. അത് ഏതോ സുന്ദരിയായ വേറെ ഏതോ പെണ്ണുങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ചിറമേലച്ചിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. പിന്നെ മുതുകാട് സാറിൻ്റെ ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഷാൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുട്ബോൾ, നമ്മുടെ കേരളത്തിലെ മുത്ത് വിജയൻ സാറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാരും അങ്ങനെ ചേച്ചിയുടെ കാപ്പി വന്നേക്കണാണ്. ആണോ? ഹലോ പറയുന്നുണ്ടോ? ഹലോ പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ബർത്ത്ഡേക്കായിട്ട് നാട്ടിൽ പല സ്ഥലങ്ങളിലും ഫുഡ് കൊടുക്കുകയും പലർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം അതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമല്ല, മനസ്സിങ്ങനെ നിറഞ്ഞു. ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും ആശംസിച്ചു. പിന്നെ വീട്ടിലും ആഘോഷം ഉണ്ടായിരുന്നു, കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ അതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക്. എൻ്റെ മൂത്ത ബ്രദർ എന്നെ വിളിക്കുന്നത്, ചെറുപ്പത്തിൽ തുടങ്ങി വിളിക്കുന്നത് കണ്ണാടി എന്നാണ്. കണ്ണാടി ഒരു പ്രത്യേക പേര്. അപ്പൊ ചേട്ടനും ഇപ്രാവശ്യം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, എൻ്റെ കണ്ണാടി മോളുടെ ബർത്ത്ഡേ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ചേച്ചി ആ കണ്ണാടി എന്ന് പറഞ്ഞ ഒരു പദത്തെ എടുത്തിട്ട് ചേച്ചി വിവരിച്ചു. ചേച്ചി ഇങ്ങനെ പറഞ്ഞത്, കണ്ണാടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ റെഡിയായി കഴിയുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കും.
അപ്പം ഞാൻ എൻ്റെ മുഖം ശരിയല്ല അല്ലെങ്കിൽ തലമുടി ശരിയല്ലെങ്കിൽ ഞാനത് ശരിയാക്കിയിട്ട് രണ്ടാമത് ഒന്നുകൂടി നോക്കും. അങ്ങനെ നമ്മുടെ കുറവുകൾ നോക്കി അത് ഒന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ടാണല്ലോ കണ്ണാടി. അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ എന്തൊക്കെയാണ് അവരുടെ കുറവുകൾ അത് മനസ്സിലാക്കി കണ്ണാടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അത് മനസ്സിലാക്കി അത് നികത്താനായിട്ട് ലിസിക്കും ലിസിയുടെ കൂട്ടുകാർക്കും കൂടെ നിൽക്കുന്നവർക്കും മദേഴ്സ് ചാറ്റിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ചേച്ചി പറഞ്ഞൊരു മെസ്സേജ്, ഒരു ബിഗ് മെസ്സേജ് അതായിരുന്നു. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അങ്ങനെ നിരവധി മെസ്സേജസ് പറഞ്ഞു. എനിക്ക് എല്ലാവരോടും സ്നേഹം, സന്തോഷം. ഇനിയും നിങ്ങൾക്കൊക്കെ മെസ്സേജ് പറയാനും എനിക്ക് ജീവിക്കാനും ദൈവം ഇടവരുത്തട്ടെ. അതാണ് അവസ്ഥ എന്ന് പറഞ്ഞോണ്ട് ചിക്കൻ കഴിക്കും. അതെ, ചായ കുടിച്ചോ? അതെ, ചായ കുടിച്ചോ? കാപ്പി കാപ്പി നോക്കി, സൗത്ത് ഇന്ത്യൻ കാപ്പി കോഫി കുടിച്ചു നോക്കില്ല കേട്ടോ. കുടിച്ചു നോക്കി ചേച്ചി, അങ്ങനെയാണെന്ന് നോക്കി. നാട്ടില് പണ്ടൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നോക്കണ്ടോ? ഇങ്ങനെയാണോ കുടിച്ചോണ്ടിരുന്നത്? സ്റ്റീൽ പാത്രത്തിൽ ആ, നോക്കണം, വയറ് ചൂടായി. നല്ല ചൂടുണ്ട്. ഇത് കാണാൻ പറ്റില്ല ഇതിനകത്ത് പൊക്കി പിടിക്കുന്നത് അടിക്കണത്. അല്ലാണോ? നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണ കണ്ടിട്ട് എന്താണ് സംഭവം എന്ന് പറയണ്ടേ? തണുപ്പാണെന്ന് പറയണ്ടേ? നല്ല അജോബി എങ്ങനെയുണ്ട് തണുപ്പും ചൂടൊക്കെ? നല്ല അടിപൊളി തണുപ്പ്, ഐസൊക്കെ വീണ് ഐസ് ഇന്നലെ രാത്രി കിടന്നപ്പം ഐസ് ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ടീനയുടെ മെസ്സേജ് പറഞ്ഞു ഞാൻ നീന്തി ചേച്ചി പോകുന്ന ഐസ് ഇവിടെ. അപ്പോഴാണ് നോക്കിയപ്പം പരവതാനി പോലെ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. ബസ് വരാൻ ഓടാനും പറ്റത്തില്ല, ഐസിൽ കൂടെ ഓടി ഒരു വിധത്തിലാണ് ഓടി. പിന്നെ ബർത്ത്ഡേക്ക് ഒരു വിശേഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, ഇമ്മാനുവൽ ലവ് കമ്മ്യൂണിറ്റി. അപ്പം അതിന് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇരുട്ടത്ത് കേക്ക് മുറിച്ചു. അതിന്റെ പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റിന്റെ കണക്ഷനും എല്ലാം അങ്ങ് പോയി. അപ്പൊ അതിന്റെ ആൾക്കാരെ വിളിച്ചെങ്കിലും അത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഫുഡ് ഇരുട്ടത്തിരുന്ന് കഴിച്ചു. ക്യാൻഡിൽ ലൈറ്റ് അപ്പൊ അങ്ങനെ ഇറങ്ങാൻ സ്പെഷ്യൽ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാവരും പിരിയാമെന്ന് വിചാരിച്ചിരുന്നപ്പം കറണ്ട് വന്നില്ല. കറണ്ട് വരുന്നതിന് മുൻപ് തന്നെ ജോയ്സിനും റാണിയും സർപ്രൈസ് ആയിട്ട് ഫോണിന്റെ വെട്ടത്തില് ജൂഡിനും അറിയായിരുന്നു. അവര് സർപ്രൈസ് ആയിട്ട് കേക്ക് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചേയില്ല. അങ്ങനെ അവരുടെ സ്നേഹവും ഇമ്മാനുവൽ ലവ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുടെയും സ്നേഹവും ജൂഡിന്റെ ഒരു അവതരണവും എല്ലാം കൂടി ആയപ്പം ശരിക്കും ഞാൻ കരഞ്ഞില്ല എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിച്ചു. ഞാൻ കരച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അത് ഒരു വലിയൊരു ഇതായിരുന്നു. ഇത്രയും 2008 തുടങ്ങിയിട്ടാണ്. അതിനകത്ത് ഞാൻ ഒരുപാട് ആക്റ്റീവ് അല്ലെങ്കിലും ഞാൻ അതിനകത്തുണ്ട്. ഒത്തിരി ആക്റ്റീവായിരുന്നു. ചേച്ചിയുടെ ബിസി ഷെഡ്യൂൾ കാരണം ചേച്ചിക്ക് ഇപ്പൊ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രവൃത്തിയാണ്. എന്നാലും അവർക്ക് എന്നോടുള്ളൊരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ എനിക്ക് ഒരുപാട് ടച്ചിങ് ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ ഇരുട്ടത്ത് കേക്ക് മുറിച്ചതുകൊണ്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെളിച്ചം വന്നു. ബാക്കിയുള്ള പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പം ജോയ്സിനോടും റാണിയോടും ജൂഡിനോടും ഇമ്മാനുവൽ ലവ് കമ്മ്യൂണിറ്റിയിലെ എല്ലാവരോടും ചേച്ചിയുടെ സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ നമ്മുടെ 2026 കടന്നിരിക്കുകയല്ലേ. നമ്മൾ ആദ്യമായിട്ടല്ലേ 2026 വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണത് ഒരുമിച്ചാണ് ആദ്യമായിട്ടാണ്. അതിനോണ്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ചിന്തകളോ പുതിയ ഉണർവുകളോ എന്തെങ്കിലും തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു തീരുമാനം ഇല്ല. കാരണം എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. 2026 പുതിയ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അത് വേറൊന്നും. പക്ഷെ കുറെയൊക്കെ ഇപ്പൊ എന്റെ ഞാനൊരു 40 ഏജിലോട്ട് കടക്കുവാണ്. അപ്പൊ നമുക്ക് കുറെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം അതിൻ്റെതായ രീതിയിൽ പോയിക്കോട്ടെ. പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല. പ്രത്യേകിച്ച് തീരുമാനം ഡ്രീംസ് ഉണ്ടോ ഈ 2026? ഡ്രീംസും സത്യം പറഞ്ഞാൽ ഇല്ല. വളരെ ശാന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നമുക്കൊന്നും ഡ്രീം ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലയിൽ തന്നെ പോട്ടെ എന്ന് മാത്രമുള്ള ഒരു റെസൊല്യൂഷനേ ഉള്ളൂ. വെരി ഗുഡ്. ഓക്കെ, ഞങ്ങളുടെ ക്യാമറ തിരിച്ചു വരുന്നു ടീനയിലേക്ക്. ടീനക്കുട്ടി 2026 കടന്നു. എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും? ടീന 2026 കടന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പുതിയ ചിന്തകളോ? എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ, 1-ാം തീയതി ആവുമ്പം എന്തെങ്കിലുമൊക്കെ എടുക്കും. പക്ഷേ വലിയ പ്ലാനുകളൊന്നുമില്ല. എന്താ പറയണേ, കുറെ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ മാറ്റി വെച്ചൊരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത്.
ഓക്കെ. അത് ഈ വർഷം എന്താണേലും ചെയ്ത് തുടങ്ങി എങ്ങനെ വെക്കണം അത്യാവശ്യമാണ്. എന്നിട്ട് വേണം എനിക്കൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യാൻ. പകുതി ജോലി കുറയും. നമുക്കൊരു ചെറിയ അതെ അതെ അതെ. വെരി ഗുഡ്. ഓക്കെ, അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ഒന്ന് പതുക്കെ തിരിച്ചോ അങ്ങോട്ടേക്ക് ക്യാമറയിലേക്ക് ഞങ്ങളുടെ അജോമി എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളോ തീരുമാനങ്ങളൊക്കെ എല്ലാ വർഷവും ഞാൻ എടുക്കും, പക്ഷെ അത് നടപ്പാക്കാറില്ല എന്നുള്ളതാണ്. അജോമിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നടപ്പിലാക്കും അല്ലേ? ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. ഭക്ഷണം കാണുമ്പോൾ ഞാൻ എല്ലാം മറന്നു. അയ്യോ, അത് പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അജോമി ഒരു സമയത്ത് എത്രയോ വെയിറ്റ് കുറച്ചു. അതൊരു സമയം ചേച്ചി. അപ്പൊ ഞങ്ങൾ അജോമിയോട് പറഞ്ഞു, എന്റെ പൊന്നു മോളെ ഇത്രയും കുറയ്ക്കല്ലേ, കാരണം നമുക്ക് ഒരു അജോമി എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരുതുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു നല്ലത്. പക്ഷെ അന്ന് കുറഞ്ഞതിനേക്കാളും ആ കുറഞ്ഞ വീട്ടിൽ അജോമിയായത്. പക്ഷെ ആഗ്രഹം ഉദ്ദേശിച്ച് പ്രായമൊക്കെ ആയി വരികയല്ലേ, ചില ഹെൽത്തി ഓപ്ഷനൊക്കെ നടത്തുന്നത്. റെയിനോൾഡ് എന്നും എന്നെ ഉപദേശിക്കും, പക്ഷെ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുക അല്ല റെയിനോൾഡ്? വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും ഹെൽത്തി ആയിട്ട് ഒരു ക്രൈറ്റീരിയ അല്ല. എക്സസൈസ് ചെയ്യുക. അത് ആഗ്രഹം. എക്സസൈസ് ചെയ്യില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പമേ. ഭക്ഷണത്തിനൊക്കെ നിയന്ത്രിക്കാൻ പിന്നെ കഴിക്കാതിരിക്കാനൊക്കെ പറ്റും കണ്ടില്ലെങ്കിൽ. പക്ഷേ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാർഗറ്റ്. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അലസത, മടി അനുവദിക്കുന്നില്ല. അതാണ് കുഴപ്പം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യണം. പക്ഷെ ആഗ്രഹമാണ്. ഞങ്ങളൊരു ജോയിന്റ് എഫേർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനും ചൂടും കൂടെ. ഫാമിലിക്ക് വേറെ ഉള്ളവർക്കൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഒരു പ്ലാൻ ഉണ്ട്. നടന്നു കിട്ടിയാൽ ഈ വർഷമെങ്കിലും ഞങ്ങൾ ഡയറ്റ് മാത്രം, ഡയറ്റല്ല, ത്രൂ എക്സസൈസ്. വീട്ടിൽ മാത്രം. എനിക്ക് ജിമ്മൊന്നും വേണ്ട, ജിമ്മിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതാണ് വീട്ടിൽ തന്നെയാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക, ജോലിയിൽ പോകായിരിക്കും. അങ്ങനെ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകും. സഹായം വേണമെങ്കിൽ സമീപിക്കുക. അറിയാലോ റെയ്നോൾഡ്, അറിയാം. പേഴ്സണൽ ഒരുപാട് ക്ലയൻസ് ഉണ്ടോ റെയ്നോൾഡ്? എനിക്ക് അത്യാവശ്യം ക്ലയൻസ് ഉണ്ട്. ഉണ്ടല്ലേ? ഏതൊക്കെ ടൈപ്പിലുള്ളതാ ശരിക്കും പറഞ്ഞാൽ? എനിക്ക് കൂടുതൽ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് കൂടുതലും ഉള്ളത്. അങ്ങനെ അവർക്ക് മെയിൻ്റനൻസ്, അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിലുള്ള ക്ലയൻസ് ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഒരു കുറച്ച് ട്രെയിനിങ് റെയ്നോൾഡ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യും അല്ലേ? നമ്മളൊരിക്കലും ഒരു കൂടുതലും നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒത്തിരി എക്സ്പെൻസീവ് ആണ് കാരണം പേഴ്സണൽ ട്രെയിനിങ്. അപ്പം അങ്ങനെ ഒത്തിരി ലാഗ് ചെയ്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്നു, ബാക്കി അവർ ചെയ്യുന്നു. ഹാപ്പിയാണ് റെയ്നോൾഡ്? അജോമി ഇപ്പം പറഞ്ഞു നിർത്തിയതിൽ ഞാൻ തുടങ്ങുവാണ് എക്സസൈസിന്റെ കാര്യം. ഞാനും എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിലും എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു അത് കിട്ടാറില്ല. ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, പിന്നെ അതങ്ങ് വിട്ടുപോകും. അതുപോലെ യോഗ, എൻ്റെ ചേച്ചി യോഗ പഠിപ്പിക്കുന്ന ഒരാളാണ്. ചേച്ചിയും പഠിപ്പിച്ചെങ്കിലും പക്ഷെ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആകെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് വാക്കിംഗ്. അത് ഞാൻ മിക്ക ദിവസങ്ങളിലും, ഓഫുള്ള ദിവസങ്ങളിൽ, തണുപ്പായാലും ചൂടായാലും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഇതൊക്കെ വന്നതോടുകൂടി അല്ലേ ഒരുപാട് നടക്കാൻ എക്സ്ട്രാ നടക്കുന്നു. പിന്നെ ഡോഗും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ നടക്കാൻ പോകുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തനിച്ചാണ് പോകുന്നത് മിക്കപ്പോഴും. കുറച്ചു നേരം ഡോഗിനെ കൊണ്ടുപോകുന്നത്. തനിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ ഒരുപാട് പുതിയ ചിന്തകൾ തരും എനിക്ക്. പുതിയ ചിന്തകൾ, പുതിയ ആൾക്കാരോട് സംസാരിക്കാനായിട്ടൊരു ഉണർവ്. അങ്ങനെ എനിക്ക് ഭയങ്കര ആക്റ്റീവാണ് ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത്. ഫുൾ ടൈം നടന്ന് സംസാരിച്ചിട്ടായിരിക്കും പോകുന്നത്. അതെ, അങ്ങനെ ഉണ്ട്. ഫുഡ് വന്നു നമ്മുടെ ബാക്കി. പിന്നെ പറഞ്ഞോ നമ്മുടെ ഫുഡ് ചേച്ചി, നമ്മുടെ ഫുഡ് വന്നേക്കണം കേട്ടോ. ഇത് എന്ത് ബിരിയാണിയാ? ഇത് ബീഫ്, നല്ല ചൂട് പറക്കുന്ന ബിരിയാണി അല്ലേ? കറക്റ്റ് നമ്മുടെ നാട്ടില്. അതെ, ഇങ്ങനെ ഈ പാത്രത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ? നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതും ബീഫ് തന്നെയല്ലേ ടീനയുടെ? അതെ, ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ എത്തിയിട്ടില്ല, ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ്. ചേച്ചി കണ്ടിന്യൂ ചെയ്തേ നടക്കുന്നത്. അതാണ് അപ്പം എക്സസൈസിന്റെ കാര്യം. നമ്മളിത് പറയുമ്പം പൊറോട്ട അതിനിടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ട് ടീന ഇതുകൊണ്ട് എടുത്തത് നല്ല ഇവിടെ ഇവരുണ്ടാക്കിയ ഫ്രഷ് പൊറോട്ട. ഇത് മേടിച്ചാൽ മതി. സൂപ്പർ. നല്ല പ്രോൺ റോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി വേഗം പറഞ്ഞോ. ഞാൻ വേഗം പറയാം. ഇതിങ്ങനെ പറയുന്നത് ചിലപ്പം ഇതുപോലെ ഞങ്ങളുടെയൊക്കെ പോലെ ഇച്ചിരി ഡയറ്റിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ചിലപ്പം ഈ ഒരു ടോക്ക് കേൾക്കുമ്പം ഒരു പ്രചോദനം ആയാലും വിചാരിച്ചിട്ട് നമ്മളൊക്കെ പറയുന്നത്. ഇത്രയും ഫുഡിന്റെ മുമ്പിൽ വെച്ചിട്ട് ഡയറ്റിങ്ങിന്റെ കാര്യം പറയണെന്നുള്ളത്.
ഡയറ്റിങ്ങിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, എപ്പോഴും പുറത്തു പോയി കഴിക്കാതിരിക്കുക. ഞങ്ങൾക്കത് വൺസ് ഇൻ എ വൈയിൽ മാത്രം വന്ന് കഴിക്കുന്നതാണത്. പിന്നെ എനിക്ക് അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളെല്ലാവരും തന്നിരിക്കുന്നത്. ഈ ഒരു ജന്മദിനത്തോടു കൂടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തേക്കാൾ കൂടുതൽ എല്ലാവരും പറയുന്നത് ചേച്ചി മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കേൾക്കാനും പറ്റുന്ന രീതിയിലൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇനിയും കുറേയും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ ഫാമിലിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കുന്ന പോലത്തെ വലിയ വലിയ എന്താ പറയണത് റെസൊല്യൂഷനൊന്നും എടുത്തിട്ടില്ല. ഈ ഉള്ള രീതിയിൽ അങ്ങോട്ട് പോയി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജീവിക്കുക, ചാരിറ്റി കുറച്ചുകൂടി നന്നായിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഫുഡ് എൻജോയ് ചെയ്യുക. ഓക്കെ, നല്ല ഫുഡാണ്. പൊറോട്ട കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ആവട്ടെ. പക്ഷെ ഇവിടെ യു കെയിൽ വന്നിട്ട് അങ്ങനെ അധിക സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രഷ് പൊറോട്ട കഴിച്ചതായിട്ട് ഞങ്ങൾ ഓർക്കുന്നേ ഇല്ല. ഞങ്ങളൊരു ഗ്യാങ് തന്നെയുണ്ട്, നോക്കിയേ അവരിവിടെ തന്നെ അടിച്ച് ഫ്രഷ് പൊറോട്ട, അടിപൊളി പൊറോട്ട, നല്ലതേ ആ ലെയറൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു, നല്ല ചൂട് പാറുന്ന പൊറോട്ട. അതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല പ്രോൺസ് റോസ്റ്റ്, അത് നോക്കിയേ ഒരു പ്രോൺസ് നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി എങ്ങനെയുണ്ടോ ജോമി? നല്ല ബിരിയാണി, അടിപൊളി, നല്ല അരിയൊക്കെ നല്ലതാണ്, സൂപ്പറാണ്. റൈനോൾഡ് എങ്ങനെയുണ്ട്? ഞാൻ ആ ബിരിയാണിയും പ്രോൺസ് റോസ്റ്റും മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു മലയാളി റെസ്റ്റോറന്റ് ആകുമ്പോൾ എന്തായാലും അതിന്റെ ഒരു തനിമ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും എല്ലാവരും വരിക, ഇടയ്ക്ക് ഒരു യമ്മി ഫുഡൊക്കെ കഴിക്കും. ഞങ്ങൾ വന്നു, ഇതേ വണ്ടി കയറുന്ന സമയത്ത് ഇവര് വിറച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് തരുവാണ്. അടിപൊളി തണുപ്പാണ് ഇത്. എന്തെന്നാന്ന് പോലേ അടിപൊളിയാണ്. ഇത് അസീലിയ എന്ന് പറഞ്ഞല്ലേ? അതെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു, എല്ലാവരും പിറക്കുവാണ്. അപ്പൊ താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു, ബൈ.